അരനൂറ്റാണ്ടിലേറെ കാലമായി കുട നിർമ്മാണത്തിൽ വിപ്ലവഗാഥ രചിക്കുകയാണ് മുൻ നക്സലേറ്റും മനുഷ്യാവകാശ പ്രവർത്തകരുമായ ഗ്രോവാസു. വയസ്സ് 96 ആയെങ്കിലും തിരുനെല്ലിയിൽ വർഗീസിനൊപ്പം വിപ്ലവ നിരയിൽ സജീവമായിരുന്ന ഗ്രോവാസു ഇന്നും ഊർജ്ജസ്വലനാണ്. മാരിവിൽ കുടകൾ എന്ന പേര് ഗ്രോവാസും കുടുംബവും നിർമ്മിക്കുന്ന കുടകൾ മഴക്കാല വിപണിയിൽ സജീവമാണ്. ഹീറോ അംബ്രല്ല എന്ന പേരിൽ കുട നിർമ്മാണത്തിലുള്ള ആശയത്തിന് മുള പൊട്ടിയത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വോളണ്ടിയർ കോറിന്റെ കോഴിക്കോട് ജില്ലാ ക്യാപ്റ്റനായ വാസുവേട്ടൻ പാർട്ടിയുടെ ബാൻഡ് സെറ്റിന് വേണ്ടിയാണ് ഒരു കുടക്കുറി തുടങ്ങിയത്. എന്നാൽ പിന്നീട് ഗ്രോവാസു എന്ന വിപ്ലവകാരിയുടെ പ്രധാന ജീവിതോപാധിയായി കുട നിർമ്മാണം. എന്തായാലും എൻ്റെ അപ്പം പോലീസുകാർ ജയിലിലെത്തിക്കുന്നവരെ ഉള്ള എൻ്റെ അപ്പം ഞാൻ തന്നെ കണ്ടെത്തണമെന്ന് ഞാൻ തീരുമാനിച്ചു. അപ്പോൾ ആലോചിച്ചപ്പം അന്ന് മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടിയിട്ട് ഞങ്ങളിവിടെ ഒരു ബാൻഡ് സെറ്റ് ഉണ്ടാക്കി. ആ ബാൻഡ് സെറ്റിന് ഒരു കൊടക്കുറി തുടങ്ങി. ഏറെക്കുറെ ഇവിടെ തന്നെ ഒരു 10-600 ആളെ ചേർത്തി. കമ്പനിയിൽ എല്ലാവരും നല്ല സുഹൃത്തുക്കളാണ്, അതിനെ കൊണ്ട് ഒരു 10-600 ആളെ അവിടെയും ചേർത്തി. അങ്ങനെ ആ കൊടക്കുറി തുടങ്ങിയപ്പം പിന്നെ ഈ കുട വാങ്ങിക്കൊടുക്കാനാണ് തീരുമാനിച്ചത്. മാർക്കറ്റിന് ഹോൾസെയിലായിട്ട് വാങ്ങുന്നേരം ഒരു മാർജിൻ കിട്ടുമല്ലോ വിതരണം ചെയ്യുന്നേരം. അവനവനുള്ള അപ്പം അവനവൻ തന്നെ കണ്ടെത്തണമെന്ന കണിശമായ നിലപാടാണ് വാസുവേട്ടന്. ഈ 96-ാം വയസ്സിലും കുട തുന്നുകയാണ് അദ്ദേഹം. പാർട്ടി പ്രവർത്തനങ്ങൾക്കിടയിൽ ആലോചിച്ച് തീരുമാനമെടുത്തതാണ് കുട നിർമ്മാണ ജോലി. അതിൽ നിന്ന് എനിക്ക് നല്ലൊരു ഇതിനെ സംബന്ധിച്ചിട്ട് നല്ലൊരു പ്രാക്ടീസ് കിട്ടി. അവിടെ നിന്നൊക്കെ അസംസ്കൃത സാധനങ്ങൾ വാങ്ങാം. നമ്മുടെ ഇത് കട്ടിയിൽ അന്നൊരു വലിയ വിദഗ്ധ ജോലിയാണ്. അത്തരം സുഹൃത്തുക്കളെ കിട്ടി. ഫിറ്റിങ്ങിന് പിന്നെ പാർട്ട് ടൈമായിട്ട് കിട്ടി. അങ്ങനെ അടുത്ത കൊല്ലാണ് ഞാൻ ജയിലിലേക്ക് പോകുന്നത്. അവിടെ ഞാൻ നിശബ്ദനായി. പുറത്തിറങ്ങിയപ്പം വീണ്ടും എന്തുകൊണ്ട് ജീവിതത്തിന് വേണ്ടി അങ്ങനെ ചെയ്തുവിടാൻ ആലോചിച്ചു. അങ്ങനെ ആണ് അത് തുടങ്ങുന്നത്. വാർദ്ധക്യത്തിന്റെ അവശതകളൊന്നും പേറാതെ ഇന്നും രാഷ്ട്രീയ സമരവേദികളിൽ സജീവമാണ് ഗ്രോവാസു. സ്വയം പര്യാപ്തമാവുക എന്ന ഏതൊരു രാഷ്ട്രീയ പ്രവർത്തകന്റെയും പ്രാഥമിക മാതൃക വാസുവേട്ടൻ ഉറപ്പിച്ചു പറയുന്നു. ഫുൾ ടൈമർ ആയാൽ പിന്നെ പണിയെടുക്കണ്ട എന്നുള്ളൊരു ധാരണ നമ്മുടെ ചെറുപ്പക്കാർക്കൊക്കെ ഉണ്ട്. അവരോട് ഞാൻ പറയാറുണ്ട്, നമ്മൾ അധ്വാനിച്ചങ്ങാണ്ട് നമ്മളുടെ അപ്പത്തിൻ്റെ കാര്യം ശരിയാക്കണം. വേർപ്പൊഴുക്കുന്നതിന് അതിൻ്റെ 2 ഗുണമുണ്ട്. ഒന്ന് വേർപ്പിന് ശരീരത്തിന് ചെയ്യുന്ന ഗുണം, മറ്റേത് നമ്മുടെ അപ്പത്തിൻ്റെ കാശ് നമ്മുടെ കീശയിലുണ്ട് വരുന്നത്. അതിന് വേണ്ടിയിട്ട് മറ്റാളെ ആശ്രയിക്കണ്ടല്ലോ. പാർട്ടിക്ക് വേണ്ടിയാവാം, പാർട്ടിക്ക് വേണ്ടി സംഭാവന ചോദിക്കാം. ഇത് ഞാൻ നമ്മുടെ ചെറുപ്പക്കാരോടൊക്കെ പറഞ്ഞു. ഞങ്ങളുടെ ഈ ഫുൾ ടൈമർ എന്നുള്ളത് പറയുന്നതിൽ ഇതും കൂടി പെടും. അങ്ങനെയൊക്കെ ഞാൻ അവരോട് പറയാറുണ്ട്. പുതുതലമുറയോട് രാഷ്ട്രീയ ജീവിതത്തിലും സ്വയം പര്യാപ്തത അത്യാവശ്യമാണെന്ന നിലപാടാണ് വാസുവേട്ടൻ പങ്കുവയ്ക്കുന്നത്. ആ മാതൃക ഉയർത്തിക്കാട്ടി ഗ്രോവാസു തന്റെ രാഷ്ട്രീയ ജീവിതം 90കളിലും മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. മഴയിലും വെയിലിലും തണലാകുന്ന കുടനെയ്ത്. ന്യൂസ് മലയാളം, കോഴിക്കോട്.